ഷേപ്പ് ഓഫ് മോളിക്യൂൾ. അതായത് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഓരോ മോളിക്യൂളിനും ഷേപ്പ് ഒരുപോലെ ആയിരിക്കില്ല, ഡിഫറെന്റ് ആയിരിക്കും. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് ബെറിലിയം ക്ലോറൈഡ് എടുത്താൽ BeCl2 എടുത്താൽ അതിന്റെ ഷേപ്പ് ലീനിയർ ആണ്. മീത്തേൻ മോളിക്യൂൾ CH4 മീത്തേൻ എടുത്താൽ അതിന്റെ ഷേപ്പ് ടെട്രാഹീഡ്രൽ. SF6 എടുത്താൽ അതിന്റെ ഷേപ്പ് ഒക്ടാഹീഡ്രൽ. വാട്ടർ മോളിക്യൂൾ എടുത്താൽ അതിന്റെ ഷേപ്പ് V ഷേപ്പ്. അപ്പം മോളിക്യൂൾസിനെല്ലാം ഒരു ഷേപ്പ് അല്ല, ഡിഫറെന്റ് ഷേപ്പ് ആണ്. എന്തുകൊണ്ടാണ് മോളിക്യൂൾസിന് ഡിഫറെന്റ് ഷേപ്പ് വരുന്നത് അത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന തിയറിയാണ് വാലൻസ് V, ഷെൽ S, ഇലക്ട്രോൺ E, പെയർ P, റിപ്പൽഷൻ R തിയറി VSEPR തിയറി. വാലൻസ്, ഷെൽ, ഇലക്ട്രോൺ, പെയർ, repulsion theory. The important points of this theory are: first one, the shape of a molecule depends on the total number of electron pairs in the valence shell of the central atom. അതായത് ഓരോ മോളിക്യൂളിന്റെയും ഷേപ്പ് മാറുന്നതിന് കാരണം എടുക്കുന്ന മോളിക്യൂളിലെ സെൻട്രൽ ആറ്റം, നടുവിൽ നിൽക്കുന്ന ആറ്റത്തിന്റെ ചുറ്റും എത്ര ഇലക്ട്രോൺ പെയർസ് ഉണ്ട്, ആ ഇലക്ട്രോൺ പെയറിന്റെ എണ്ണം അനുസരിച്ചാണ് അതിന്റെ ഷേപ്പ് വരുന്നത്. അപ്പം ഇലക്ട്രോൺ പെയർ കൂടുകയോ കുറയുകയോ ഒക്കെ ചെയ്യുമ്പോൾ അതനുസരിച്ച് ആ മോളിക്യൂളിന്റെ ഷേപ്പിന് വ്യത്യാസം വരും. സെൻട്രൽ ആറ്റത്തിന് ചുറ്റും നിൽക്കുന്ന ഇലക്ട്രോൺ പെയറിന്റെ നമ്പർ അനുസരിച്ചാണ് ഒരു മോളിക്യൂളിന്റെ ഷേപ്പ് വരുന്നത്. സെക്കൻഡ് പോയിന്റ്, electron pairs surrounding the central atom in a molecule repel each other. As a result, the electron pairs try to stay as far as possible to acquire a state of minimum energy or maximum stability. എന്താണ് ഇലക്ട്രോൺ പെയർ സറൗണ്ടിങ് ദ സെൻട്രൽ ആറ്റം? നമ്മൾ പറഞ്ഞു സെൻട്രൽ ആറ്റത്തിന് ചുറ്റും നിൽക്കുന്ന ഇലക്ട്രോൺ പെയർ, ആ എല്ലാ ഇലക്ട്രോൺസിന്റെയും ചാർജ് എന്താണ്? നെഗറ്റീവ് ആണ്. അപ്പോൾ ഈ ഇലക്ട്രോൺ പെയർസ് നെഗറ്റീവ് ആയതുകൊണ്ട് രണ്ട് ഇലക്ട്രോൺ പെയർസ് അടുത്ത് വന്നാൽ നെഗറ്റീവ് അടുത്ത് വരും. അപ്പൊ എന്ത് പറ്റും? റിപ്പൽഷൻ ഉണ്ടാകും. അപ്പോൾ എന്തുമാത്രം റിപ്പൽഷൻ കുറയ്ക്കാൻ പറ്റും അത്രയും മോളിക്യൂൾ സ്റ്റേബിൾ ആകും. അപ്പോൾ അവർ മാക്സിമം അകന്ന് നിൽക്കാൻ ശ്രമിക്കും. അങ്ങനെ മാക്സിമം അകന്ന് നിൽക്കുമ്പോൾ അവരുടെ ഷേപ്പിനും വ്യത്യാസം വരും. മൂന്നാമത്തെ പോയിന്റ്, geometry of a molecule depends upon the number of electron pairs in the valence shell of the central atom. For example, if there are only 2 electron pairs around the central atom in a molecule, the shape will be linear and its angle is 180 degree. If there is 4 electron pair, shape will be tetrahedral and the bond angle is 109 degree 28 minutes. അപ്പോൾ എന്താണ് ഷേപ്പ് വരുന്നത്? അതായത് ഒരു മോളിക്യൂളിന്റെ ജോമെട്രി എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു നമ്പർ ഓഫ് ഇലക്ട്രോൺ പെയർസ് ഇൻ ദ വാലൻസ് ഷെൽ ഓഫ് സെൻട്രൽ ആറ്റം ആണ്. സെൻട്രൽ ആറ്റത്തിന് ചുറ്റും നിൽക്കുന്ന നമ്പർ ഓഫ് ഇലക്ട്രോൺ പെയറിനെ ഡിപ്പെൻഡ് ചെയ്താണ് നിൽക്കുന്നത്. അപ്പൊ 2 ഇലക്ട്രോൺ പെയറേ ഉള്ളൂ എങ്കിൽ നമ്മൾ പറഞ്ഞു എല്ലാ ഇലക്ട്രോൺ പെയർസിന്റെയും ചാർജ് എന്താണ്? നെഗറ്റീവ് ആണ്. അപ്പൊ നെഗറ്റീവ് ചാർജസ് മാക്സിമം അകറ്റി നിർത്തണം. അപ്പൊ മാക്സിമം അകറ്റി നിർത്താൻ നമ്മുടെ കയ്യിൽ 2 ഇലക്ട്രോൺ പെയറേ ഉള്ളൂ എങ്കിൽ അവരെങ്ങനെ മാക്സിമം നമുക്ക് അവരെ അകത്തി കൊണ്ടുവരാം? 180 ഡിഗ്രിയിൽ കൊണ്ടുപോകാം. 180 ഡിഗ്രി ആണ് വരുന്നതെങ്കിൽ അതിന്റെ ഷേപ്പ് എന്ത് വരും? ലീനിയർ വരും. അതേസമയം 4 ഇലക്ട്രോൺ പെയർ ഉണ്ടെങ്കിലോ അതിന്റെ ഷേപ്പ് ടെട്രാഹീഡ്രൽ എന്ന് പറഞ്ഞാൽ അവരുടെ ഇടയിലുള്ള ബോണ്ട് ആംഗിൾ 109 ഡിഗ്രി 28 മിനിറ്റ്സ് വരും. അപ്പൊ ഇങ്ങനെ എടുക്കുന്ന മോളിക്യൂളിന്റെ സെൻട്രൽ ആറ്റത്തിന് ചുറ്റുമുള്ള ഇലക്ട്രോൺ പെയർസിന്റെ നമ്പർ മാറുന്നതനുസരിച്ച് അതിന്റെ ഷേപ്പ് മാറും. നാലാമത്തെ പോയിന്റ്, മൾട്ടിപ്പിൾ ബോണ്ട് ഈസ് ട്രീറ്റഡ് ആസ് ഇറ്റ് ഈസ് എ സിംഗിൾ ഇലക്ട്രോൺ പെയർ. അതായത് ഒന്നിൽ കൂടുതൽ ഇലക്ട്രോൺ പെയർസ് 2 ആറ്റമിന്റെ ഇടയിൽ, മൾട്ടിപ്പിൾ ബോണ്ട് ആണ് 2 ആറ്റംസിന്റെ ഇടയിൽ വരുന്നതെങ്കിലും അവർ സിംഗിൾ ഇലക്ട്രോൺ പെയർ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ലാസ്റ്റ് വൺ ഈസ് the repulsive interaction between 2 lone pairs are different from those between the bond pairs. എന്ന് പറഞ്ഞാൽ നമുക്ക്
ഇലക്ട്രോൺ പെയർസിനെ, ഇലക്ട്രോൺ പെയർ എന്ന് പറഞ്ഞാൽ എന്താ, 2 ഇലക്ട്രോൺ ഉണ്ടാകും. അപ്പൊ ആ 2 ഇലക്ട്രോണിനെ അല്ലെങ്കിൽ ഇലക്ട്രോൺ പെയർസിനെ 2 തരത്തിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ലോൺ പെയറും ഉണ്ട്, ബോണ്ട് പെയറും ഉണ്ട്. ബോണ്ട് പെയർ എന്ന് പറഞ്ഞാൽ ബോണ്ടിൽ പങ്കെടുത്തിരിക്കുന്ന, ബോണ്ട് ഫോർമേഷന് വേണ്ടി പങ്കെടുത്തിരിക്കുന്ന 2 ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ ഇതൊരു പെയർ അല്ലേ. ആ ഇലക്ട്രോൺ പെയറിനെ പറയുന്ന പേരാണ് ബോണ്ട് പെയർ. ബോണ്ട് ഫോം ചെയ്ത് അതുവഴി ഉണ്ടാവുന്ന 2 ഇലക്ട്രോൺ അല്ലെങ്കിൽ ഇലക്ട്രോൺ പെയറിനെ പറയുന്നതാണ് ബോണ്ട് പെയർ. ഇവിടെ നോക്കുക, ഈ ഓക്സിജനിലെ ഈ 2 ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ ഒരു പെയർ അല്ലേ. ഇവര് ബോണ്ട് ഫോർമേഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടില്ലല്ലോ. അപ്പൊ ഈ ഇലക്ട്രോൺ പെയറിനെ പറയുന്ന പേരാണ് ലോൺ പെയർ. ഇപ്പൊ 2 തരത്തിലെ ഇലക്ട്രോൺ പെയറുകളാകാം. ബോണ്ട് ഫോർമേഷനിൽ പങ്കെടുത്തുണ്ടാവുന്ന ഇലക്ട്രോൺ പെയർ ആണെങ്കിൽ അവരെ ബോണ്ട് പെയർ എന്നും, ബോണ്ട് ഫോർമേഷനിൽ പങ്കെടുക്കാത്ത ഇലക്ട്രോൺ പെയറിനെ ലോൺ പെയർ എന്നും പറയാം. അപ്പോ ഈ ലോൺ പെയറിന്റെയും ബോണ്ട് പെയറിന്റെയും റിപ്പൽഷൻ ഡിഫറെന്റ് ആണ്. നമുക്കറിയാം ലോൺ പെയർ എങ്ങനെയാണ്, ബോണ്ട് ഫോർമേഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടില്ല, അപ്പൊ അവർ വളരെ ആക്റ്റീവ് ആണ്. അപ്പൊ ആ ഇലക്ട്രോൺ പെയർസിന് റിപ്പൽഷൻ വളരെ കൂടുതലായിരിക്കും, അവർ വളരെ ആക്റ്റീവ് ആയിരിക്കും. അതേസമയം ബോണ്ട് പെയറിന് വഴി ഉണ്ടായ ഇലക്ട്രോൺ പെയർസ് എങ്ങനെ, ഓൾറെഡി അവർ ബോണ്ട് ഫോർമേഷന് വേണ്ടി യൂസ് ചെയ്തു. അപ്പൊ അവരുടെ റിപ്പൽഷൻ അല്ലെങ്കിൽ അവരുടെ ആക്ടിവിറ്റി എങ്ങനെയായിരിക്കും, ലോൺ പെയർസിനേക്കാളും കുറവായിരിക്കും. അപ്പൊ റിപ്പൽഷൻ അവിടെ കുറവായിരിക്കും. അപ്പോ എന്തുവരും, 2 ലോൺ പെയറുകളാണ് അടുത്ത് വരുന്നതെങ്കിൽ അവർ തമ്മിലുള്ള റിപ്പൽഷൻ ഏറ്റവും കൂടുതലായിരിക്കും. കാരണം എന്താണ്, ലോൺ പെയർ എന്ന് പറയുന്നത് ബോണ്ട് ഫോർമേഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാതെ വളരെ ആക്റ്റീവായിട്ട് നിൽക്കുന്നതാണ്. അപ്പൊ ആക്റ്റീവായിട്ട് നിൽക്കുന്ന 2 ഇലക്ട്രോൺ പെയർസ് അടുത്ത് വരുമ്പോൾ അല്ലെങ്കിൽ 2 ലോൺ പെയർസ് അടുത്ത് വരുമ്പോൾ റിപ്പൽഷൻ വിൽ ബി മാക്സിമം. അവരെക്കാൾ റിപ്പൽഷൻ കുറവായിരിക്കും. ഒരു ബോണ്ട് പെയറും ഒരു ലോൺ പെയറും വന്നാൽ ഈ ലോൺ പെയർസിനേക്കാൾ റിപ്പൽഷൻ കുറവായിരിക്കും. ഏറ്റവും ലീസ്റ്റ് റിപ്പൽഷൻ വരുന്നത് 2 ബോണ്ട് പെയർസ് അടുത്ത് വരുമ്പോഴേ. കാരണം എന്താ, അവർ 2 പേരും ഓൾറെഡി ബോണ്ട് ഫോർമേഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്താണ്, അവരുടെ ആക്ടിവിറ്റി കുറച്ച് കുറഞ്ഞു. അപ്പൊ അതുകൊണ്ട് 2 ബോണ്ട് പെയർസ് അടുത്ത് വരുമ്പോൾ അവരുടെ റിപ്പൽഷൻ ഏറ്റവും മിനിമം ആയിരിക്കും. അപ്പൊ VSEPR തിയറി അനുസരിച്ച് ലോൺ പെയർ റിപ്പൽഷൻ is greater than bond pair repulsion, which is greater than bond pair repulsion. അടുത്തത് നമുക്ക് ഓരോ മോളിക്യൂൾസിന്റെയും ഷേപ്പ് എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് വൺ BeCl2, ബെറിലിയം ക്ലോറൈഡ്. Atomic number of beryllium 4, electronic configuration 2,2. Chlorine atomic number 17, 287. ഇവിടെ സെൻട്രൽ ആറ്റം ബെറിലിയം ആണ്. ബെറിലിയത്തിന്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്, 2 ഇലക്ട്രോൺ, 2 1 2. ക്ലോറിൻ ഔട്ടർമോസ്റ്റ് ഷെൽ കണ്ടെയ്ൻസ് 7 ഇലക്ട്രോൺ. അതില് 8 ആവാൻ വേണ്ടി ക്ലോറിൻ എന്ത് ചെയ്തു, അതിന്റെ ഒരു ഇലക്ട്രോൺ ഈ ബെറിലിയത്തിന്റെ ഒരു ഇലക്ട്രോണുമായിട്ട് ഷെയറിംഗ് നടത്തി ഒരു ബോണ്ട് ഫോം ചെയ്തു. അതുപോലെ നെക്സ്റ്റ് ക്ലോറിൻ ആറ്റം ഒരു ഇലക്ട്രോൺ ഷെയർ ചെയ്തു, അടുത്ത ബോണ്ട് ഫോം ചെയ്തു. അപ്പൊ ഇവിടെ നോക്കുക, സെൻട്രൽ ആറ്റത്തിന്റെ ചുറ്റും 2 ഇലക്ട്രോൺ പെയർസ് അല്ലേ. ആ 2 ഇലക്ട്രോൺ പെയറും ബോണ്ട് പെയർ അല്ലേ, ബോണ്ട് ഫോർമേഷൻ വഴി ഉണ്ടായിരിക്കുന്ന ഇലക്ട്രോൺ പെയർ അല്ലേ. അപ്പൊ നമുക്കറിയാം VSEPR തിയറി അനുസരിച്ച് മാക്സിമം ഈ ഇലക്ട്രോൺ പെയർസിനെ അകറ്റി നിർത്തണം, അവർ തമ്മിലുള്ള റിപ്പൽഷൻ കുറയ്ക്കാൻ. അപ്പോ 2 പേര് ആണ് ഇവിടെ ഉള്ളത്. അപ്പൊ ആ 2 പേരെ നമുക്ക് മാക്സിമം അകത്തി നിർത്താൻ പറ്റുന്നത് 180 ഡിഗ്രിയിലാണല്ലോ. അതുകൊണ്ട് 180 ഡിഗ്രി ആണ് ഇവരുടെ ഇടയിലുള്ള ബോണ്ട് ആംഗിൾ. 180 ഡിഗ്രി വരുമ്പോൾ ഷേപ്പ് എന്ത് വന്നു, ലീനിയർ. നെക്സ്റ്റ് എക്സാമ്പിൾ BF3, ബോറോൺ അറ്റോമിക് നമ്പർ 5, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2 3. ഫ്ലൂറിൻ 9 2 7. ഇവിടെ സെൻട്രൽ ആറ്റം ഏതാണ്, ബോറോൺ ആണ്. ബോറോണിന്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്, 1 2 3. 3 അല്ലേ. ഫ്ലൂറിനായിട്ട് കമ്പൈൻ ചെയ്യാണ്. ഫ്ലൂറിന് ഒരു ഇലക്ട്രോൺ കൂടെ മതി. ഫ്ലൂറിൻ എന്ത് ചെയ്തു, ഈ ഒരു ഇലക്ട്രോണും ബോറോണിന്റെ ഒരു ഇലക്ട്രോണും കൂടെ ഷെയർ ചെയ്തു, ഒരു ബോണ്ട് ഫോം ചെയ്തു. അടുത്ത ഫ്ലൂറിൻ ആറ്റം ഒരു ഇലക്ട്രോൺ ഷെയർ ചെയ്തു, അടുത്ത ബോണ്ട് ഫോം ചെയ്തു. അടുത്ത ഫ്ലൂറിൻ ആറ്റം ഒരു ഇലക്ട്രോൺ പെയർ ഒരു ബോണ്ട് ഫോം ചെയ്തു. അപ്പൊ ഇവിടെ നോക്കുക, സെൻട്രൽ ആറ്റം ബോറോണിന്റെ ചുറ്റും എത്ര ഇലക്ട്രോൺ പെയർസ് ഉണ്ട്, 1 2 3 ഇലക്ട്രോൺ പെയർ ഉണ്ട്. ഈ 3 ഇലക്ട്രോൺ പെയറും ബോണ്ട് പെയർ അല്ലേ. അപ്പൊ 3 ഇലക്ട്രോൺ
ഒക്കെ വന്നു കഴിഞ്ഞാൽ അടുത്ത ബോണ്ട് ആംഗിൾ ചെറുതായി പോകും, അപ്പൊ റിപ്പൽഷൻ കൂടും. അപ്പോൾ 3 പേരെയും ഈക്വൽ ആയിട്ട് അകറ്റി നിർത്താൻ പറ്റുന്നത് 120 ഡിഗ്രിയിലാണ്. അപ്പോൾ ബോണ്ട് ആംഗിൾ 120 ഡിഗ്രി. 120 ആണ് വരുന്നതെങ്കിൽ ഷേപ്പ് ഈസ് ട്രൈഗണൽ പ്ലാനാർ. അടുത്തത് മീത്തേൻ മോളിക്യൂൾ. കാർബൺ അറ്റോമിക് നമ്പർ 6, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2,4, ഹൈഡ്രജൻ 1. കാർബണിന്റെ ഔട്ടർമോസ്റ്റ് ഷെൽ കണ്ടെയ്ൻ 4 ഇലക്ട്രോൺ, 1 2 3 4 ഹൈഡ്രജനുമായിട്ട് ഷെയർ ചെയ്തു. അപ്പൊ ഇവിടെ കാർബണിന്റെ ചുറ്റും 4 ഇലക്ട്രോൺ പെയർസ് ആണ് വന്നിരിക്കുന്നത്. 1 2 3 4 4 ഇലക്ട്രോൺ പെയറും ബോണ്ട് പെയർ അല്ലേ ആണ്. അപ്പം ബോണ്ട് പെയർ ആണ് 4 എണ്ണം വന്നിരിക്കുന്നതെങ്കിൽ അവരെ മാക്സിമം നമുക്ക് അകത്തി നിർത്താൻ പറ്റുന്നത് 109 ഡിഗ്രി 28 മിനിറ്റ്സിലാണ്. ഈ ആംഗിൾ വരുമ്പോഴാണ് എല്ലാവരെയും ഒരേപോലെ നമുക്ക് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ വരുമ്പോൾ ബോണ്ട് ആംഗിൾ 109 ഡിഗ്രി 28 മിനിറ്റ്സ് വരുമ്പോൾ ഷേപ്പ് എന്താകും? ടെട്രാഹീഡ്രൽ. നെക്സ്റ്റ് വൺ അമോണിയ. അമോണിയ ഫോർമുല NH3. It contains nitrogen atom and 3 hydrogen atom. Nitrogen atomic number 7, electronic configuration 2,5. Hydrogen atomic number 1 contain only 1 electron. Here the central atom is nitrogen. Outermost shell contain 1 2 3 4 5 electron. ഇവിടെ നോക്കുക, നൈട്രജന്റെ 5 ഇലക്ട്രോൺസിൽ ഹൈഡ്രജൻ ആയിട്ട് 3 ഹൈഡ്രജൻ ആയിട്ട് കമ്പൈൻ ചെയ്താൽ പോരെ. ഇപ്പൊ നൈട്രജൻ എന്ത് ചെയ്തു? അതിന്റെ 3 ഇലക്ട്രോൺസ് ഷെയർ ചെയ്യാൻ വിട്ടുകൊടുത്തു. 3 ഹൈഡ്രജൻ ആറ്റമായിട്ട് ഷെയർ ചെയ്യുകയാണ്. അപ്പൊ 1 2 3 ഇലക്ട്രോൺസ് അല്ലേ ഷെയറിംഗിന് യൂസ് ചെയ്തിട്ടുള്ളൂ. ബാക്കി 2 ഇലക്ട്രോൺ ലോൺ പെയർ ആയിട്ട് നിൽക്കും. അപ്പൊ ഇവിടെ ടോട്ടൽ ഹൗ മെനി ഇലക്ട്രോൺ പെയർ? ഹിയർ 1 ഇലക്ട്രോൺ പെയർ, 2 3 4. ടോട്ടൽ 4 ഇലക്ട്രോൺ പെയർസ് ആർ ദർ ആണല്ലോ. നമ്മൾ നേരത്തെ പഠിച്ചു 4 ഇലക്ട്രോൺ പെയറിൽ 4 ബോണ്ട് പെയർ വന്നപ്പോഴാണ് ടെട്രാഹീഡ്രൽ ആയത്. ഇവിടെ നോക്കുക, 4 ഇലക്ട്രോൺ പെയർസിൽ 1 2 3 ഇലക്ട്രോൺ പെയർസ് ബോണ്ട് പെയർ അല്ലേ, 1 ഇലക്ട്രോൺ പെയർ ലോൺ പെയർ അല്ലേ. VSEPR തിയറി അനുസരിച്ച് ഒരു ലോൺ പെയറും ഒരു ബോണ്ട് പെയറും അടുത്തടുത്ത് വരുമ്പോൾ അവിടെ റിപ്പൽഷൻ 2 ബോണ്ട് പെയർ വരുന്നതിനേക്കാൾ കൂടുതലാണ്. കാരണം എന്താണ്? ഒരു ലോൺ പെയർ വളരെ ആക്റ്റീവ് ആണ് ബോണ്ട് പെയറിനേക്കാളും. അപ്പോൾ ഇവരുടെ റിപ്പൽഷൻ കൂടുതലാണ്. അപ്പൊ ഇവിടെ ലോൺ പെയറും ബോണ്ട് പെയറും തമ്മിലുള്ള റിപ്പൽഷൻ കൂടുതലായതുകൊണ്ട് നമ്മൾ വിചാരിക്കുന്നത് 4 ഇലക്ട്രോൺ പെയർ വന്നതുകൊണ്ട് ബോണ്ട് ആംഗിൾ 109 ഡിഗ്രി 28 മിനിറ്റ്സ് ആൻഡ് ഷേപ്പ് ടെട്രാഹീഡ്രൽ എന്നാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. പക്ഷേ 4 ബോണ്ട് പെയർ വരുമ്പോഴാണ് ആ ഷേപ്പ് വരുന്നത്. ഇവിടെ എന്ത് വന്നു? അഡീഷണൽ ആയിട്ട് ഒരു ലോൺ പെയർ ബോണ്ട് പെയർ റിപ്പൽഷൻ വന്നു. അത് ഗ്രേറ്റർ ആയതുകൊണ്ട് അവര് തമ്മിലുള്ള റിപ്പൽഷൻ കുറയ്ക്കാൻ ഈ 109 ഡിഗ്രി 28 മിനിറ്റ്സ് ഒന്ന് ചുരുങ്ങി. റിപ്പൽഷൻ കുറയ്ക്കാൻ, ലോൺ പെയറിന്റെ റിപ്പൽഷൻ കുറയ്ക്കാൻ എന്തായി? ബോണ്ട് ആംഗിൾ 107 ഡിഗ്രി ആയി. 107 ഡിഗ്രി വരുമ്പോൾ ഷേപ്പ് എന്തായി? പിരമിഡൽ. അപ്പോൾ അമോണിയയുടെ കേസില് why the bond angle become 107 degree or why the shape become pyramidal? Reason is why according to VSEPR theory, lone pair bond pair repulsion is greater than bond pair repulsion. In the case of ammonia, total there are 4 electron pair. In that only 1 lone pair and 3 bond pair. So to reduce lone pair bond pair repulsion, the bond angle reduced to 107 degree. അപ്പോൾ ലോൺ പെയർ വന്നതുകൊണ്ട് 107 ഡിഗ്രി ആയിട്ട് കുറയും. എന്തുകൊണ്ട്? റിപ്പൽഷൻ കുറയ്ക്കാൻ വേണ്ടി. അടുത്ത മോളിക്യൂൾ ആണ് വാട്ടർ. വാട്ടർ മോളിക്യൂൾ H2O. H2O സെൻട്രൽ ആറ്റം ഓക്സിജൻ. ഔട്ടർമോസ്റ്റ് ഷെൽ കണ്ടെയ്ൻ 6 ഇലക്ട്രോൺ, ഹൈഡ്രജൻ 1 ഇലക്ട്രോൺ. ഇവിടെ നോക്കുക, ഓക്സിജൻ 1 2 3 4 5 6 ഇലക്ട്രോൺ ആയി. എത്ര ഹൈഡ്രജനുമായിട്ട് കമ്പൈൻ ചെയ്യുന്നത്? 2 പേരല്ലേ ഉള്ളൂ. അപ്പൊ ഓക്സിജൻ എന്ത് ചെയ്തു? അതിന്റെ 2 ഇലക്ട്രോൺ ഷെയറിങ്ങിനായിട്ട് കൊടുത്തു, ഹൈഡ്രജനുമായിട്ട് ഷെയറിങ്ങിനോട്ട് കൊടുത്തു. അപ്പൊ എന്ത് വന്നു? 2 1
1 2 3 4 ഇലക്ട്രോൺസ് വന്നു എന്ന് പറഞ്ഞാൽ 2 ഇലക്ട്രോൺ പെയർസ് ലോൺ പെയർ ആയിട്ട് മാറി. അവർ ഷെയറിംഗിൽ ഒന്നും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ല. ഇവിടെ ഹൈഡ്രജൻ ആയിട്ട് കമ്പൈൻ ചെയ്ത് 2 ബോണ്ട് പെയർ വന്നു. അപ്പൊ ടോട്ടൽ എന്ത് വന്നു? 1 2 3 4 ഇലക്ട്രോൺ പെയർസ് വന്നു. ആ 4 ഇലക്ട്രോൺ പെയർസിൽ 2 ബോണ്ട് പെയർ ആണ്, ബോണ്ട് ഫോർമേഷൻ വഴി ഉണ്ടായ പെയർ ആണ്, 2 ലോൺ പെയർ ആണ്. അപ്പോ BSEPR തിയറി അനുസരിച്ച് എന്താ പറയുന്നത്? ലോൺ പെയർ റിപ്പൽഷൻ ഈസ് ഗ്രേറ്റർ. അപ്പോ 2 ആക്റ്റീവ് ആയിട്ടുള്ള ലോൺ പെയർസ് അടുത്ത് വന്നാൽ റിപ്പൽഷൻ ഏറ്റവും മാക്സിമം ആണ്. അപ്പൊ റിപ്പൽഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ആ ബോണ്ട് ആംഗിൾ പിന്നെയും ഒന്നുകൂടെ ചുരുങ്ങി എന്തായിട്ട് മാറി? 104 ഡിഗ്രി 28 മിനിറ്റ്സ് അല്ലെങ്കിൽ 104.5 ഡിഗ്രി ആയിട്ട് മാറി. അപ്പം എക്സ്പെക്ട് ചെയ്യുന്ന ടെട്രാഹീഡ്രലാണ് 4 ഇലക്ട്രോൺ പെയർ. പക്ഷേ ലോൺ പെയർ 2 ലോൺ പെയർസ് വന്നതുകൊണ്ട് ബോണ്ട് ആംഗിൾ reduced to 104 degree 28 minutes and the shape become V or bend. അതായത് അവരുടെ ഷേപ്പ് എന്തായിട്ട് മാറും? ഒരു V ഷേപ്പ് വരും. ഓക്സിജൻ ഇങ്ങനെ V ഷേപ്പിലായിരിക്കും വരുന്നത്, ഇങ്ങനെയായിരിക്കും വരുന്നത്. അതുകൊണ്ടാണ് അതിനെ V ഷേപ്പ് അല്ലെങ്കിൽ ബെൻഡ് ഷേപ്പ് എന്ന് പറയുന്നത്.